ഇന്ന് നമുക്കൊപ്പം 3 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും സീരിയലിലും അഭിനയിക്കുന്ന ശ്രീ ഓമന ഔസേപ്പ്, മലയാളികൾക്ക് സുപരിചിതയായ അമ്മ മുഖം. നമസ്കാരം ഓമന ചേച്ചി. നമസ്കാരം. ഓമന ഔസേപ്പിൻ്റെ ചേച്ചിയുടെ സിനിമയിലേക്കുള്ള സിനിമ അഭിനയം അതിലുപരി ചേച്ചി ഡാൻസറാണ്, ബാലെ ആർട്ടിസ്റ്റാണ്, അതോടൊപ്പം തന്നെ ARലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചിയെ ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ചേച്ചി. നമസ്കാരം ചേച്ചി. ആദ്യം ചേച്ചി 3-ാമത്തെ വയസ്സിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡാൻസിലേക്ക് വരാൻ ഉണ്ടായൊരു സാഹചര്യത്തെക്കുറിച്ച്, എങ്ങനെയായിരുന്നു ആ ഡാൻസിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ചേച്ചിയാണ് ആക്ച്വലി ഡാൻസ് പഠിച്ചിരുന്നത്. ചേച്ചി ഡാൻസ് പഠിച്ചു കഴിഞ്ഞ് വന്നാൽ എന്നും അമ്മ കളിപ്പിക്കും. അപ്പം ഞാൻ ആ സ്റ്റെപ്സൊക്കെ പഠിക്കും. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. രണ്ടുപേരും കൂടി വിടാനായിട്ടുള്ള ഇതില്ല അന്ന്, അതുകൊണ്ട് ചേച്ചി പഠിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റെപ്സൊക്കെ പഠിക്കും, കളിക്കും. 3 വയസ്സിൽ തന്നെ അന്നൊക്കെ നഴ്സറി ക്ലാസ്സിൽ പോവായിരുന്നല്ലോ, അപ്പോൾ അവിടെയും കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞൊരു 5 വയസ്സുള്ള സമയത്ത് ചേച്ചീനെ പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ വന്നതാണ് മാഷ്. അപ്പം ഞാൻ പറഞ്ഞു മാഷോട്, ഞാനും വരട്ടെ മാഷേ. അപ്പം മാഷ് പറഞ്ഞു, നിന്നെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം, ചേച്ചീനെ കൊണ്ടുപോകേണ്ട, അവിടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന്, ഡാൻസ് ചെയ്യാനാ, നീ ഡാൻസ് ചെയ്യുമോയെന്ന് ചോദിച്ചു. ഞാൻ ഡാൻസ് ചെയ്യാം. നിനക്കറിയോ ഡാൻസ്? അറിയാം. എന്നാൽ ശരി, നീ നല്ലൊരു ഉടുപ്പെടുത്തിട്ട് വായോ എന്ന് പറഞ്ഞ് അന്ന് നമ്മുടെ ടാക്സി അംബാസിഡർ മഞ്ഞയും കറുപ്പും അടിച്ച് ടാക്സിയിലാണ് പോണത്. എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല, ഞാൻ മാഷിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ മാഷ് പറഞ്ഞു, നീ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ഞാനൊരു ഡാൻസ് കാണിച്ചു തന്നാൽ നീ ചെയ്യുമോ അവിടെ? ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് വെള്ളിമലർത്താഴത്ത് മാനത്ത്, അപ്പോൾ എനിക്ക് സ്റ്റെപ്സ് എല്ലാം അറിയാം, പിന്നെ എനിക്കൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ മാഷ അത് ഡാൻസ് മൊത്തം കാണിച്ചു തന്നു, കൈ കൊണ്ട് സ്റ്റെപ്പൊക്കെ എടുത്ത് കാണിച്ച്. അതന്ന് ഞാൻ അവിടെ സ്റ്റേജിൽ പോയിട്ട് ചെയ്തു. മാഷ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അന്ന് വന്നിട്ടും അമ്മോട് പറഞ്ഞു, നാളെ തൊട്ട് ഓമനേനും ഡാൻസിന് വിട്ടോളൂ. അപ്പം അമ്മ പറഞ്ഞു, 2 പേരും കൂടി പറഞ്ഞയക്കാൻ പറ്റില്ല, ചേറൂർക്ക് ബസ്സിൽ പോകണം. അപ്പോൾ മാഷ് പറഞ്ഞു, അവൾക്ക് ഫീസ് വേണ്ട, ഞാൻ അവളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണേ. അത് ചേച്ചി, അത് എങ്ങനെയാണ് ആ ഡാൻസിലേക്ക് വരാൻ കാരണം? ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ചേച്ചിയായിരുന്നു അല്ലേ? ചേച്ചിയുടെ സ്റ്റെപ്പ് എങ്ങനെ നോക്കി പഠിക്കായിരുന്നു? അതെ, ചേച്ചി ഡാൻസ് പഠിച്ച് വന്നാൽ എന്നും അമ്മ കളിപ്പിക്കും. അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ ഞാൻ, എല്ലാവരും മുഖത്ത് നോക്കിയിരിക്കും, ഞാൻ കാലിൽ നോക്കിയിരിക്കും. അങ്ങനെ സ്റ്റെപ്സ് എല്ലാം ഞാൻ തറാക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നു. ഒരു പ്രാവശ്യം കണ്ടാൽ മതി എനിക്ക്. അങ്ങനെ മാഷ് പിന്നെ ഡാൻസ് പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു 11-12 വയസ്സുള്ള സമയത്താണ് ബാലെ ചെയ്തത്, അയ്യപ്പചരിതം. അയ്യപ്പചരിതത്തിൽ അയ്യപ്പനായിട്ട് ഞാനാണ് ചെയ്തത്. അതൊരു ഭയങ്കര എന്താ പറയുക, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയത് ശരിക്കും. അയ്യപ്പനായിട്ട് പുലിപ്പുറത്ത് വരട്ടതും ഭയങ്കര രസമായിരുന്നു. അത് ഏകദേശം ഈ ഡാൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബാലയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത്. മാഷിൻ്റെ അവിടെ തന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമുകൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ബാലെ തയ്യാറാക്കിയത് മാഷ്. അങ്ങനെയാണ് ശരിക്ക് ബാലയിലേക്ക് വന്നത്. അങ്ങനെ അയ്യപ്പനായിട്ട് ആദ്യത്തെ ബാലെ ചെയ്തു. അത് കഴിഞ്ഞ് 2ാമത്തത് ഉണ്ണിയേശുവിൽ ഗബ്രിയേൽ മാലാഖ വന്ന് മംഗളവാർത്ത അറിയിക്കും മാതാവിനോട്. അത് ആ മാലാഖയായിട്ടും ഞാൻ ചെയ്തു, 13 വയസ്സുള്ള ഉണ്ണിയായിട്ടും ഞാൻ ചെയ്തു. അങ്ങനെ 2 ക്യാരക്ടർ ചെയ്തു അതിൽ. അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ മാസ്റ്റർ കൂടെ ചെയ്തിട്ടുണ്ട്. ഡാൻസിൽ നിന്ന് വരുമ്പോൾ ബാലെ ചെയ്യാൻ അത് ഒരു ശരിക്കും പറയുന്ന ഒരു ഈസിയായ വേ ആയിട്ട് അനുഭവപ്പെട്ടു. തീർച്ചയായിട്ടും. പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ആണല്ലോ, അല്ലാണ്ട് ഇന്നത്തെ പോലെ സിനിമാറ്റിക് ഡാൻസ് ഒന്നുമല്ല. ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പം എല്ലാം മുദ്രകളാണ് ബാലയിൽ. അപ്പോൾ ഇങ്ങനെ മഹിഷിയായിട്ട് രൂപം കിട്ടിയിട്ട് നിൽക്കും. 11-12 വയസ്സുള്ള അന്ന് എനിക്ക് കാടിൻ്റെ സൗണ്ടും മ്യൂസിക്കും ഇരുട്ടും. അപ്പോൾ എനിക്ക് പേടി, ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുന്നത് മാഷക്ക് തോന്നി. മാഷ എന്നോട് വന്നിട്ട്, മോള് പേടിക്കണ്ട, അതാ ചേട്ടനാണ്, അത് കറുത്ത ഉടുപ്പിട്ടിട്ട് പോത്തിൻ്റെ മുഖം വെച്ചിട്ടുണ്ടെന്നുള്ളൂ,
അപ്പോൾ 3 റൗണ്ട് ചെയ്തിട്ട് വന്നിട്ട് ഈ പൊസിഷനിൽ വരുമ്പോൾ അമ്പ ചെയ്യുക. അപ്പോൾ അതവിടെ വീഴും, സുന്ദരിയായിട്ടുള്ള പെണ്ണ് വരും. അങ്ങനെയാണല്ലോ ശാപമോക്ഷം കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ അവൾ വന്നിട്ട് എന്നോട് അയ്യപ്പനോട് പറയണത് എന്നെ സ്വീകരിക്കണം, നിങ്ങളെനിക്ക് ശാപമോക്ഷം തന്നതല്ലേ എന്നാണ്. അപ്പോൾ അയ്യപ്പൻ പറയും, പന്തളരാജനിൽ നിന്നു ഞാൻ വാങ്ങും ശബരിഗിരീതൻ അധികാരം, ശരം കുത്തി വീഴും ആൽത്തറയ്ക്കപ്പുറം ശബരിഗിരിയിൽ പൊന്നമ്പലം, പൊന്നമ്പലമേട്ടിൽ ശാസ്താവായി വന്നിരിക്കുമാ വേളയിൽ, വന്നാലും മാളികയ്ക്കപ്പുറത്തമ്മയായി ഭാഗത്തിരിക്കുവാൻ, കന്നിക്കെട്ടുകളില്ലാത്ത കാലത്ത് കന്യകേ നീ എൻ ധർമ്മപത്നി. ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ, മറക്കാൻ പറ്റില്ല. അത് മനസ്സിൽ നിന്ന് പോവില്ല. അത് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്കത് ഓർക്കുമ്പോൾ തന്നെ. എനിക്ക് കാര്യം ഞാൻ ക്രിസ്ത്യാനാണ്, ഉണ്ണിയേശു ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാട്ടിലും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത് എനിക്ക് അയ്യപ്പ ചരിത. നമ്മൾ ഈ പഴയ ഒരു കാലഘട്ടത്തിൽ ഈ ബാലയിൽ ഈ ടൈമിങ് ചേച്ചിക്ക് സിനിമയിൽ എത്രമാത്രം ഒരു എന്താ പറയുക കറക്റ്റ് ടൈമിംഗ് അല്ല, എൻട്രി പൊസിഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് കുറേയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വന്നില്ല. എങ്ങനെയാണ് ചേച്ചി സിനിമയിലേക്ക് ആദ്യം വന്നത്? ഈ ബാലയിൽ നിന്ന് പിന്നെ എന്താ പറയുക, ബാലെ ഞാൻ ചെയ്തത് 11-12 വയസ്സുള്ള സമയത്താണ്. അത് കഴിഞ്ഞൊരു 17 വയസ്സ് വരെ ഡാൻസൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നിർത്തി, ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷമാണ് പിന്നെ ഈ ചേച്ചിയുടെ വോയിസ് നല്ല വോയിസ് ആണ്. 3 മക്കളായതിനു ശേഷമാണ് ഞാൻ ARലേക്ക് വന്നത്. 3 മക്കളായതിനു ശേഷമാണ് ARൽ ഞാൻ പ്രോഗ്രാം ചെയ്തത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ സീരിയലിൽ വിളിക്കുന്നത്. ദൂരദർശൻ അപൂർവ പുഷ്പങ്ങൾ അതായിരുന്നു ആദ്യം ചെയ്തത്. പിന്നെ ആ ഡയറക്ടർ തന്നെ ഒരു 4-5 സീരിയല് കണ്ടിന്യൂസ് വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ സീരിയലുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കമലദളം സിനിമയിലേക്ക് വിളിച്ചത്. അങ്ങനെ സിനിമ പോയി ചെയ്തു. ഒരു ദിവസം വർക്ക് ചെയ്തിട്ട് പോന്നു. ഇനി 4 ദിവസം കഴിഞ്ഞിട്ടാണ് വർക്ക് എന്ന് പറഞ്ഞു. പിന്നെ അതെനിക്ക് മിസ്സായി. പിന്നെ ഒരുപാട് സിനിമകൾ, ഒരുപാട് പടങ്ങൾ ചെയ്തു. എങ്ങനെയുണ്ട് സീരിയലിൽ നിന്ന് ആ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു ചേഞ്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു? അങ്ങനെ എനിക്കൊരു ചേഞ്ചൊന്നും തോന്നിയില്ല. കാരണം നമുക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുക, ആ ഇമോഷണൽ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു വേറെ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഈ കമലതലത്തിൽ എന്താ പറയുക, സീരിയൽ ഓൾറെഡി അപൂർവരങ്ങളിൽ ചെയ്തു തുടങ്ങി, ദൂരദർശൻ്റെ ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ അല്ലേ? അപ്പോൾ ആ സിനിമയിൽ വന്നപ്പോൾ ആ ഫസ്റ്റ് ടേക്കിന് മുമ്പ് എന്താ പറയുക, ആ ഷോട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. അന്ന് ശരിക്കും എനിക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം സിനിമ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഫീൽഡല്ലേ. സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അടുപ്പം ഉള്ള മാതിരി തോന്നുമായിരുന്നു. പിന്നെ എനിക്ക് അന്ന് സിനിമക്കാരെ ആരും അറിയില്ല. മോഹൻലാലിനെയൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടിട്ടുള്ളതല്ലാണ്ട് നേരിട്ട് പരിചയമൊന്നുമില്ലല്ലോ. പക്ഷെ അന്ന് മുരളിച്ചേട്ടൻ്റെ ഭാര്യയുടെ ക്യാരക്ടറായിരുന്നു എനിക്ക്. മുരളിച്ചേട്ടൻ, ഞാൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, വിനീത്, അങ്ങനെ ഞങ്ങളുടെ കോമ്പിനേഷൻ സീനായിരുന്നു അത് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. പുതിയൊരു ആർട്ടിസ്റ്റാണ് വന്നത്, എങ്ങനെയാവും എന്താവും എന്നുള്ളൊരു ഇത് അവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ അന്ന് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണ്ടു. അന്ന് എല്ലാവരോടും പറഞ്ഞ്, അപ്പോൾ അവർ അന്ന് സതയം റിലീസാണ് തൃശ്ശൂർ ജോസിൽ. സിനിമ കാണാൻ പോകുമ്പോൾ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ആ കുട്ടികൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ, അപ്പോൾ വണ്ടി അയക്കാൻ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് പോയി. അപ്പോൾ അപ്പോഴും ഞാനൊരു സീരിയൽ ചെയ്യുന്നുണ്ട്, മനസ്സെന്ന് പറഞ്ഞിട്ട്. ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ അറിയണു അവിടെ വേറൊരാൾ വർക്ക് ചെയ്യണമെന്ന്.
എന്താണാവോ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ 10 പേരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ സിനിമ ചെയ്തു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. പറഞ്ഞു ഇനി ഓമനയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, ഇഷ്ടം പോലെ പടങ്ങളാവും. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ എനിക്ക് എന്താണാവോ അതങ്ങനെ ഒന്നും അറിയില്ല. പിന്നെ അങ്ങനെ സിനിമകൾ ചെയ്ത് ചെങ്കോല് വർക്ക് ചെയ്യണ സമയത്ത്, ചെങ്കോലിൽ കീരിക്കാടൻ്റെ ഭാര്യയുടെ ക്യാരക്ടറായിരുന്നു. അത് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ലോഹിതദാസ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സോറി ടോമനേന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സാർ സോറി പറയണേന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഓമനയുടെ അടുത്തൊരു വലിയ തെറ്റാ ചെയ്തേ. തെറ്റ് ചെയ്യേ, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനാണ് അന്ന് ഓമനേനെ കമലവെള്ളത്തിൽ നിന്ന് കട്ട് ചെയ്തത്. പുള്ളിയാണ് ബിന്ദു പണിക്കരെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചോദിക്കാൻ ആരോടും ചോദിക്കാനില്ല, എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി സാറത് പറഞ്ഞതിൽ. അപ്പോൾ ഓമനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഓമന കറക്റ്റായിരുന്നു. പക്ഷേ അന്ന് അതെനിക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ അയാളുടെ തന്നെയാണല്ലോ ചെങ്കോലും, അങ്ങനെ വർക്ക് ചെയ്തു. അപ്പോൾ അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു പുള്ളി, ഇനി ഞാനൊരു പടം ചെയ്യുമ്പോൾ, അന്ന് വരെ പുള്ളി പടം ഡയറക്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാനൊരു പടം ചെയ്യുകയാണെങ്കിൽ ഓമനയ്ക്ക് നല്ലൊരു ക്യാരക്ടർ തരും. പക്ഷെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. അതൊക്കെ അങ്ങനെയാണ്, കാരണം നമുക്കതൊക്കെ മനസ്സിലാക്കാം. കാരണം അപ്പോൾ വിളിക്കാൻ പറ്റിയ ആൾക്കാരെ വിളിച്ചു, വർക്ക് ചെയ്യിച്ചു. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവരെ വിളിക്കണം, അതൊന്നും ആരും ഓർത്തിരിക്കില്ല. എത്രയോ പടങ്ങളും എത്രയോ സീരിയലുകളും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അവരെ വിളിക്കുമ്പോൾ പറയും അയ്യോ അത് വിട്ടുപോയി. അങ്ങനെയാണ്, അത് സ്വാഭാവികമാണ്. അതിൽ നമുക്ക് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഒരു വിശ്വാസം എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും. അതെ, അത് ദൈവം എനിക്ക് തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, അത്രേ ഉള്ളൂ. അത് ആ ഒരു കാലഘട്ടത്തിൽ അപ്പം ഈ ARൽ നമ്മൾ എയറിൽ വെച്ചിട്ടാണ് നിർത്തിയത്. അപ്പോൾ ARൽ എങ്ങനെയാണ് വരാനുണ്ടായ സാഹചര്യം? ചേച്ചിയുടെ വോയിസ് നല്ല വോയിസാണ്. അത് അവിടെ കൗസല്യ മധു എന്ന് പറഞ്ഞിട്ട് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി അനൗൺസറായിരുന്നു, അവിടുത്തെ ബെസ്റ്റ് ന്യൂസ് റീഡറായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് എന്നെ പരിചയമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റിക്ക് എന്നെ. അപ്പോൾ ആൻറ്റി പറയും ഓമനയുടെ നല്ല വോയിസാണ്, ഓമന ഓൾ ഇന്ത്യ റേഡിയോയിൽ വന്നിട്ട് പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ എന്നെ കൊണ്ടുപോയി ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നേരം ടോക്ക് കൊടുക്കുമായിരുന്നു ഞാൻ. അതെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ റേഡിയോ നാടകങ്ങളിലേക്കൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി എന്നോട് പറഞ്ഞു. പിന്നെ അതൊക്കെ അങ്ങനെ മിസ്സായി. പിന്നെ സീരിയലും സിനിമയും കൂടുതലായി. പിന്നെ അങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോ. വോയിസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ലൊരു ചെറിയ 2 ലൈൻ ഒന്ന് മൂളാമോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക്? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക്, അത് കാരണം അത്ര ക്ലിയർ ആവില്ല. അത് കുഴപ്പമില്ല. സിനിമയിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു ഇപ്പം 3 പതിറ്റാണ്ടായി ചേച്ചി ഈ അഭിനയ രംഗത്തേക്ക് വന്നിട്ട്. അപ്പം ഇപ്പം ഏതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഡാൻസ്, ബാലെ, സീരിയൽ അങ്ങനെ പോയി. അപ്പം അതിൽ നിന്ന് ഇതിലിങ്ങനെ പോയി കഴിയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിനിമയാണോ അതോ സീരിയലാണോ അതോ ഡാൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഏതാണ് ചേച്ചി പറയാൻ? ഒന്നിനും വിടാൻ പറ്റില്ല. ഡാൻസ് ആയാലും ബാലെ ആയാലും സിനിമയായാലും സീരിയലായാലും. കാരണം അതെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നതാണ്. ഒന്നും എനിക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. ചെറുപ്പകാലത്ത് ഡാൻസ് ചെയ്തു, 10-17 വയസ്സ് വരെയൊക്കെ ഡാൻസ് ചെയ്തു. പിന്നെ ഇന്നും എനിക്ക് നല്ല ഒരു ക്ലാസിക്കൽ ഒരു സോങ് കേട്ടാൽ എൻ്റെ കാലിങ്ങനെ ചലിക്കും, അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ വയ്യ, കാലിൻ്റെ മുട്ടൊക്കെ വേദനയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികൾ ചെയ്യുന്നത് കാണാനും. എന്ന് പറഞ്ഞാൽ മോളുടെ കുട്ടികളെയൊക്കെ ഞാൻ പറയും മക്കൾ ഡാൻസ് പഠിക്കണം,
എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഡാൻസിലെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ബാലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ എവിടെ എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് എൻ്റെ മനസ്സിൽ. അങ്ങനെയല്ല, ചേച്ചിയെ കണ്ട എല്ലാവർക്കും ഫെമിലിയർ ആണ് എല്ലാ സിനിമ. പക്ഷെ ചേച്ചിയുടെ പേര് ഓമന ഔസേപ്പ് എന്ന് പറയുന്ന പേര് ആർക്കും അറിയില്ല. അപ്പം ചേച്ചിയുടെ മരുമോൻ ശ്രീ ബിനു എബ്രഹാം, ബിനു എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ മദറിലോയെ അറിയില്ല എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓമന ഔസേപ്പ്, കണ്ടറിയും, ഫോട്ടോ കാണുമ്പോൾ എല്ലാവർക്കും പരിചയമാണ്, ആ പേര് മാത്രം അത്ര എസ്റ്റാബ്ലിഷ് അല്ലെന്ന്. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു പേരറിയാത്തതുകൊണ്ട് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ മദർ ക്യാരക്ടർ ചെയ്യാനായിട്ട് മോഹൻ സാറാണല്ലോ ഡയറക്ടറായിരുന്നത്. അപ്പോൾ വിളിച്ചു. അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് പറഞ്ഞു ഇങ്ങനെ ഓമന ഔസേപ്പിനെ വിളിക്കാം. അപ്പോൾ ഡയറക്ടർക്ക് ആരാന്ന് മനസ്സിലാവണില്ല. അപ്പോൾ സാറ് പറഞ്ഞു ഇതാരാണ് ആർട്ടിസ്റ്റ്, ഒന്ന് അവരോട് ഇവിടെ വരും, ഒന്ന് വരാൻ പറയുമെന്ന്. അപ്പം എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യോ. അല്ല, ഡയറക്ടർ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു ആളെന്ന് കാണണം എന്നിട്ട് വേണം. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു അയാൾ. അപ്പം ഞാനും മോനും കൂടെ പോയി. എവിടെയാണ് എന്താ പറയുക നമ്മുടെ അല്ല, എറണാകുളത്തല്ല, തൊടുപുഴയായിരുന്നു. തൊടുപുഴ ഒരു സ്കൂളിലാണ് അന്ന് വർക്ക് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് വരാൻ പറഞ്ഞിട്ട് ഞാനും മോനും കൂടെ ചെന്നു. ഞാൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങണ നേരത്ത് സാറെന്നെ അവിടെ വെച്ചിട്ട് കണ്ടു. എന്തിനാ പാവം ചേച്ചിൻ്റെ ഇങ്ങോട്ട് വരുത്തിയത്. അപ്പൊ പേര് പറയുമ്പോ ആർക്കും മനസ്സിലാവില്ല എന്നെ. അപ്പം പേര് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെ പിന്നെ ഒരിക്കലും അല്ലേ അങ്ങനെ വരില്ല. അങ്ങനെ ഓമന ഔസേപ്പ് എന്നുള്ള പേര് ആർക്കും അറിയില്ല. ആളെ കണ്ട എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ പേരിൽ. അത് പിന്നീട് ഇപ്പം എല്ലാവർക്കും ഏകദേശം അറിയാം. എന്നാലും എല്ലാവർക്കും അറിയാം, പേര് പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ ചെയ്തിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പോൾ കനൽപൂ എന്ന് പറയുന്ന സീരിയൽ അച്ചമ്മ ഭയങ്കര നല്ല സൂപ്പർ ക്യാരക്ടറാണ്, നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. അതിലെ ഒരു ഇന്ദിരാഗാന്ധി സ്റ്റൈലിലാണ് എൻ്റെ ഹെയർ സ്റ്റൈലും, ഒരു ഹൈനെക്ക് ബ്ലൗസും 3/4 സ്ലീവൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അച്ചമ്മ മിസ്സിങ് ആയി. അച്ചമ്മ മിസ്സിങ് ആയിട്ട് അപ്പോൾ എപ്പോഴാണ് അച്ചമ്മ വരിക എന്ന് എല്ലാവരും ചോദിക്കും. ഭയങ്കര ഇതായിരുന്നു. അച്ചമ്മ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ല, കനൽപൂ ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതാ ഇന്നലെ 10 മാസം കഴിഞ്ഞു അച്ചമ്മ മിസ്സിങ് ആയിട്ട്. ഇന്നലെ അതിൻ്റെ എക്സിക്യൂട്ടീവ് വിളിച്ച് പറഞ്ഞു അമ്മയ്ക്ക് എങ്ങനെ ഡേറ്റ് ഉണ്ടോ, നമുക്ക് ഇങ്ങനെ അച്ചമ്മേനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡേറ്റ് പറയൂ. അപ്പോൾ ഇവിടുത്തെ ഡേറ്റും അതുമായിട്ട് ക്ലാഷ് ആവാൻ പാടില്ലല്ലോ, അപ്പോൾ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ വർക്കുകൾ. ഇനി പുതിയ പ്രൊജക്റ്റ് മഴവിൽ മനോരമയിലാണ്. സീരിയലാണ്. സിനിമ ഇല്ല ഇപ്പോൾ. സിനിമ വളരെ കുറവാണ്. 2018 ലാസ്റ്റ് ചെയ്തൊരു പടം. അത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കാൻ പറഞ്ഞു. ഒന്നുമില്ല ചെയ്യാനായിട്ട്. ഒരു മകൻ കടലിൽ പോയിട്ട് അവനെ കാണാതെയുള്ള വിഷമവും കരച്ചിലും അങ്ങനെയൊക്കെ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. പക്ഷെ അത്രയും വലിയൊരു പടത്തിൽ ചേരാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അത്രയും ഒരു ഹിറ്റ് മൂവി അല്ലായിരുന്നു. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ജൂഡ് ഞങ്ങളെ അമ്മമാരെ വിളിച്ചൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിൽ അഭിനയിച്ച അമ്മമാർ, മദർ ക്യാരക്ടർ ചെയ്ത ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളിവിടെ കാക്കനാട് ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങൾ. പിന്നെ അതിൻ്റെ മൊമെൻ്റൊക്കെ തന്നിരുന്നു. 2-3 പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൻ്റെ 2018 മെറിഡിയനിൽ വെച്ചിട്ടായിരുന്നു. അതെ അല്ലേ. അല്ല, ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ പറയുന്ന പോലെ ദേവാസുരത്തിനകത്താണല്ലോ ശരി, കമലനാണ് ക്ലാസിക് നല്ല സിനിമകളിലൊക്കെ ഒരുപാട് നല്ല ഈ പറഞ്ഞ പോലെ ചെയ്ത വേഷങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു വേഷം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു ക്യാരക്ടർ ചെയ്യണം തോന്നിയിട്ടുണ്ട് നേരത്തെ അച്ഛമ്മ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ എന്തെങ്കിലും? അത് ഞാൻ പണ്ട് ദൂരദർശനിൽ മിഖായിലിൻ്റെ സന്തതികൾ ചെയ്യുമ്പോൾ എനിക്ക് ഒരു പോലീസ് ക്യാരക്ടർ, ബിജുവേട്ടൻ
വന്ന ബിജു സീരിയൽ. മേനോന്റെ സീരിയല്. ആക്ച്വലി ബിജു അല്ല അതിൽ വരണ്ടിരുന്നത്, ബിജുവിന്റെ ചേട്ടനായിരുന്നു. അതല്ലേ. ചേട്ടൻ അന്ന് പുറത്ത് പോകാനായിട്ടുള്ള വിസയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവനതിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബിജുവും അവനും കൂടിയിട്ട് ജൂഡിനെ കാണാൻ പോയപ്പോൾ ജൂഡ് പറഞ്ഞു എന്നാൽ പിന്നെ തനിക്ക് ചെയ്തൂടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ബിജുവിനെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. സീരിയല് നല്ല ഹിറ്റുമായിരുന്നു. അന്നൊക്കെ 13 എപ്പിസോഡല്ലേ ഉള്ളൂ. അതെ അതെ അതെ. അത് ഒരാഴ്ച നമ്മൾ കഴിഞ്ഞ അടുത്ത ആഴ്ച വരാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ മെഗാ സീരിയൽ പോലെയല്ല. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടോ, വരുമെന്നൊരു കിനാവ് കണ്ടോ, കിളിവാതിലിൽ മിഴിയും നട്ടോ, കാത്തിരുന്നു ഞാൻ വാസന്ത പഞ്ചമി നാളിൽ. വന്നവൻ മുട്ടി വിളിക്കേ വാതിൽ പൊളി തുറക്കുവാനായി, വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒതുങ്ങി നിന്നു ഞാൻ. എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ജനറേഷനോട് എന്താണ് ചേച്ചിക്കൊരു പൊതുവേ ഒരു ചേച്ചിയുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ തോന്നുന്നു ആക്ടിങ്ങിനെ കുറിച്ച്? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ് എല്ലാവരും. ഒരാളെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ. ഇപ്പോൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ 6 മണിക്കെന്ന് പറഞ്ഞാൽ 6 മണിക്ക് നമ്മൾ റെഡി ആവുക. അതാണ് ആ ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും നല്ലൊരു ഇത് കിട്ടും. അല്ലാതെ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർ നല്ല കഴിവുള്ള കുട്ടികളാണ്. ആരെയും പാട്ടിലായാലും അഭിനയത്തിനായാലും ഒക്കെ. നമ്മൾ വന്ന കാലഘട്ടമൊന്നുമല്ല ഇപ്പോൾ. ഇപ്പോഴത്തെ കുട്ടികൾ ചെറുപ്പം മുതലേ ഭയങ്കര കഴിവുള്ളവരായിട്ടാണ് വളർന്നു വരുന്നത്. അവരുടെ സ്കൂൾ വിദ്യാഭ്യാസവും അതെ, അതുകൊണ്ട് എല്ലാത്തിനും ഭയങ്കര കാര്യമാണത്. ഈ ചേച്ചിയെപ്പോലൊരു ഒരു എന്താ പറയുക ഒരു പക്ക ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഒരു ഡാൻസ് ഓക്കെ, അത് കഴിഞ്ഞ് സിനിമയിലേക്ക് ക്ഷണം ഉണ്ടായപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി, വീട്ടുകാർക്ക് എതിർപ്പ് വല്ലതും ഉണ്ടായിരുന്നോ പേരൻസിന്? ഞാൻ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അയ്യപ്പചരിതം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അയ്യപ്പചരിതം കാണാനായിട്ട് കലാമണ്ഡലത്തിൽ നിന്ന് 5-6 പേര് വന്നിരുന്നു. അപ്പം മാഷ് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുക്കുമല്ലോ. ഫസ്റ്റ് ചെയ്തത് തൃശ്ശൂർ ടൗൺ ഹാളിലായിരുന്നു. അപ്പോൾ അവിടെ ഇവരൊക്കെ വന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ പെർഫോമൻസ്. അപ്പോൾ പറഞ്ഞു നല്ല കഴിവുള്ള കുട്ടിയെ മാഷെ, ആ കുട്ടീനെ കലാമണ്ഡലത്തിലേക്ക് വിടാൻ പറയുമെന്ന് പറഞ്ഞു മാഷിൻ്റെ അടുത്ത്. അപ്പോൾ മാഷ് പറഞ്ഞു നിങ്ങൾ പോയി ചോദിച്ചോ വീട്ടിൽ, അല്ലാതെ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഇവരെല്ലാം 5 പേരും കൂടിയിട്ട് വീട്ടിൽ വന്ന് സംസാരിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ മൂത്ത ആങ്ങളെ സമ്മതിച്ചില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ ആരും ഡാൻസ് ചെയ്തിട്ട് ജീവിക്കേണ്ട. പക്ഷെ അതൊരു ഭയങ്കര നഷ്ടമാണ് എനിക്കുണ്ടായത്. അന്ന് ഞാൻ ആ കലാമണ്ഡലത്തിൽ എന്നെ ചേർത്തിരുന്നെങ്കിൽ എനിക്കിന്ന് ആ ഒരു നെയിം മതി, കലാമണ്ഡലം എന്നുള്ള ഒരു പേര് മതി. ഭയങ്കര എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം എൻ്റെ തട്ടിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. പക്ഷെ അവരൊന്നും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ അങ്ങനെയുണ്ട് ചിലർ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സീരിയലിലും സിനിമയിലൊക്കെ വന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, പുള്ളിക്ക് അത് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പുള്ളി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ, മക്കൾക്കായാലും. ഇന്നും എൻ്റെ മൂത്ത ബ്രദറിന് ഇത്തിരി ഒരു ഇതൊക്കെ ഉണ്ട്. ബ്രദറിനെക്കാട്ടിലും കൂടുതൽ വൈമാനസ്യം പുള്ളിക്കാരത്തിക്ക, ഭാര്യയ്ക്ക്. പുള്ളിക്കാരത്തി പറയും നിൻ്റെ ഒരു അഭിനയം. എനിക്ക് അഭിനയിച്ചതിൽ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു വൾഗറായിട്ടുള്ള ഒരു സീനൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആർക്കും എന്നെ കാണുമ്പോൾ നല്ലൊരു അമ്മ. ഒരു നിലവിളക്കെന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തിട്ടുണ്ട് ഞാനും. അത് ഒരു 1000 ചില്ലാനും എപ്പിസോഡ് പോയിട്ടുണ്ടായിരുന്നു. അതിൽ അല്ല സൂര്യയിലായിരുന്നു. അപ്പോൾ അതിൽ മരുമകളെ ഇത്തിരി
കുശുമ്പും ഇതൊക്കെ ചെയ്യുന്ന ഒരു അമ്മായിമ്മയാണ്. അതിൽ നവരസങ്ങളുള്ള ഒരു ക്യാരക്ടർ അത്. സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, കരുണയുണ്ട്, കുശുമ്പുണ്ട്, കള്ളത്തരമുണ്ട്, എല്ലതും ഉള്ളതാ. അപ്പോൾ ഞാനിങ്ങനെ വരുമ്പോഴൊക്കെ പെണ്ണുങ്ങൾ നിന്നിട്ട് പറയും, ദേ വരുന്നു താടക എന്ന് പറയും. അപ്പം ഞാൻ അരിത്ത് വരുമ്പോൾ അവരെന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുക ആരോടും. അപ്പം അവർ പറയും, അയ്യോ ഇത്ര പാവാണാ, ഞങ്ങൾ കരുതിയത് ഭയങ്കര സാധനമാണെന്നാണ്. ഞാൻ പറയും, അത് അഭിനയിക്കണതല്ലേ, അതിൽ അങ്ങനെ പറയണ മാതിരി നമ്മൾ ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മായിമ്മ പറയും കാണുമ്പോൾ, ദേ വരുന്നു താടകാന്ന്. അതാ ചെയ്യുന്ന ക്യാരക്ടറിനനുസരിച്ചാണ്. അവർക്ക് അറിയില്ല ഇത് അഭിനയമാണെന്നോ. ഇന്നത്തെ പക്ഷെയൊക്കെ കുറേ മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മനുഷ്യർക്ക് അറിയാം അത് അഭിനയിക്കണതാണ്. പണ്ടൊക്കെ എത്രയോ പേരൊക്കെ ഇങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്തിട്ട് അടിപൊളി. പക്ഷെ ഞാൻ അങ്ങനെ കൂടുതൽ ഇതുപോലത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. എൻ്റെ മകനാണ് നല്ലൊരു അമ്മയായിട്ട് കരച്ചിലും നെഗറ്റീവ്. ഇതിലിപ്പോൾ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പനി വന്നു, ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് ട്രബിൾ ആണെന്ന്. അങ്ങനെ ഇന്ന് തന്നെ അഡ്മിറ്റാക്കാൻ പറഞ്ഞു അമല ഹോസ്പിറ്റലിൽ. അന്ന് ഞാൻ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. 10 ദിവസം ഹോസ്പിറ്റൽ, 15 ദിവസം വീട്ടിൽ, അങ്ങനെ മാറി മാറി ഹോസ്പിറ്റലും വീടുമായിട്ട് കൊണ്ടു നടന്നു. അങ്ങനെ അയാൾ 3.5 വർഷം ട്രീറ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ ഒന്നരാടം എക്സ്റേ എടുക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു ഹാർട്ടിന് ട്രബിളൊന്നുമില്ല, വാതത്തിൻ്റെ അസുഖമാണ്. കേസിന് നടക്കാൻ ആൾ വേണം, അതിന് പണം ചിലവാക്കാൻ വേണം. അതിനൊന്നും നമുക്ക് ആളില്ല. അവൻ്റെ അപ്പൻ നാട്ടിലില്ല. അപ്പം ഞാൻ പറഞ്ഞു കേസൊക്കെ തമ്പുരാൻ നടത്തട്ടെ, ഞാൻ എൻ്റെ മോനെ വേറെ ആരെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ആരെവിടെ പറഞ്ഞാലും അവിടെയൊക്കെ കൊണ്ടുപോകും. എൻ്റെ മോൻ്റെ വേദന ഒന്ന് കുറഞ്ഞ് കിട്ടട്ടെ എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. അതിന്നും കൊണ്ടു നടക്കണു. ഇന്നും വേദനയ്ക്ക് ഒരു ശമനവും ഇല്ല അവന്. ഇപ്പോൾ ESR ഭയങ്കര കൂടുതലാണ് അവൻ്റെ ശരീരത്തിൽ. അതുപോലെ നമുക്കും വൈറ്റ് സെൽസ് ഉണ്ട് ബോഡിയിൽ, പക്ഷെ അവന് അത് വളരെയധികം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 38 വർഷം സർവീസിലിരുന്ന ആളാണ് എൻ്റെ ഭർത്താവ്. PSFലായിരുന്നു. പുള്ളി റിട്ടയർഡായിട്ട് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സ്ട്രോക്ക് വന്ന് റൈറ്റ് സൈഡ് പാരലൈസായി. പിന്നെ ഇപ്പോൾ കുറേ ഇങ്ങോട്ടായിട്ട് വീഴും. പുള്ളി വീണാൽ പിന്നെ എണീക്കാൻ പറ്റില്ല. എനിക്കും താങ്ങാൻ പറ്റില്ല, മോനാണെങ്കിലും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ നമ്മൾ വല്ലാർപ്പാടൊക്കെ പോവില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റിലേക്ക് പോയിട്ട് ഒരു സ്ഥലമുണ്ട് പെരുമാൾപ്പടി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു സെൻറ്ററിലാക്കിയിരിക്കുക പുള്ളീനെ. പൈസ കൊടുക്കണം, 10-20,000 രൂപ മാസം അതിനു വേണ്ടി ചിലവാക്കണം. അവിടെ അക്കോമഡേഷനും ഫുഡും മെഡിസിനൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണം. അവർ കൊടുത്തോളും കറക്റ്റ് ടൈമിൽ. നഴ്സുണ്ട്, പിന്നെ ബൈസ്റ്റാൻഡർ ഉണ്ട്. ബൈസ്റ്റാൻഡർ ഉള്ളത് കൊണ്ടാണ് ഇത്ര പൈസ, അല്ലെങ്കിൽ ഇത്ര പൈസയാവില്ല. പുള്ളിക്ക് ഒന്നിനും പറ്റില്ല, പുള്ളിനെ പിടിച്ച് പൊന്തിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊരു സമയത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ, പക്ഷേ BSF അവരുടെയൊക്കെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിട്ടയോടുകൂടിയുള്ള ലൈഫായിരിക്കുമല്ലോ. പക്ഷേ അങ്ങനെ ചിട്ടയോടുകൂടിയുള്ള ഒരു ലൈഫല്ലായിരുന്നു പുള്ളിയുടെ. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് പോണ സമയത്ത് എല്ലാവരും PTക്ക് പോകുമ്പോൾ പുള്ളി പോവില്ല. അപ്പം ഞാൻ ചോദിക്കും, അപ്പോൾ തനിക്ക് പോകണ്ടേ, PTക്ക് പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പോകണില്ല, അതൊക്കെ ആ പിള്ളേർ ചെയ്തോളൂ. അങ്ങനെയായിരുന്നു പുള്ളിക്ക്. നല്ല ഫുഡ് കഴിക്കുക, കുറച്ച് ഡ്രിങ്ക്സ് എടുക്കുക, ഉറങ്ങുക, ആ ഒരു ലെവലിലായിരുന്നു. ഒന്നും എക്സസൈസ് ചെയ്യണ ഒരു അല്ല, പണ്ടേ അങ്ങനെയാണ് പുള്ളി. അപ്പം പിന്നെ റിട്ടയർഡായിട്ട് വന്ന് ഇവിടെ സ്മോക്കിംഗ് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, ചെറിയൊരു വേരിയേഷൻ കണ്ടിരുന്നു. ഡോക്ടർ അപ്പോഴേ കൊടുത്തിരുന്നു,
ചെയിന് വലിക്കരുത്. പക്ഷെ ആര് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ ഒരു ദിവസം ബൈക്കിൽ ATM നിന്ന് പൈസ എടുക്കാനായിട്ട് നിർത്തുമ്പോൾ ബൈക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോയി. ആൾക്കാർ കണ്ടുപിടിച്ച് മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റാക്കി. എന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് ഞാനും മോനും കൂടെ പോയി. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ദുഃഖങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ചേച്ചിയെ കണ്ട ഇങ്ങനെ ഇത്രയും ഒരുപാടൊരു ദുഃഖത്തിൻ്റെ എന്താ പറയുക ആഴക്കടലിലുള്ള ഒരു വ്യക്തിയാണെന്ന് ഇന്നവരെ തോന്നിയിട്ടുമില്ല. എപ്പോഴും ഒരു ചിരിച്ച മുഖമായിട്ട് വരുന്നു. പക്ഷേ ഈ മോൻ ഈ 30 വർഷമായിട്ട് ഒരു ദിവസം ഡിസ്പിരിൻ ബ്ലഡ് തിന്നറല്ലേ അത്? അതെ, അത് 30 ഇപ്പം അവന്. പക്ഷെ അത് ആദ്യം ഇവിടെ വെച്ച ഏത് ഡോക്ടറെ? അമല ഹോസ്പിറ്റല്, ഡോക്ടർ ഗീവർ സക്രിയ, തൃശ്ശൂർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിലുള്ളവരെന്നോട്, കേസ് കൊടുക്കും മോളെ, എന്ത് കണ്ടിട്ട് അയാൾ ഈ 10 വയസ്സുള്ള കുട്ടീനെ ഇത്രത്തോളം വരെ കൊണ്ടെത്തിച്ചത്? എന്ത് കാര്യം കേസ് കൊടുത്തിട്ട്? നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും കേസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതിന് നടക്കാൻ ആളുമില്ല, നമുക്ക് ചിലവാക്കാൻ പൈസയില്ല. പിന്നെ എന്തിനാ അതിന്? ഞാൻ പറഞ്ഞു കേസൊക്കെ തമ്പുരാൻ നടത്തട്ടെ, ഞാൻ എൻ്റെ മോനെ കൊണ്ട് വേറെ ആരെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അല്ലാതെ 3.5 വർഷം, 3 ആഴ്ചയോ 3 മാസമല്ല, 3.5 വർഷം അയാളുടെ ട്രീറ്റ്മെൻറ്റിൽ. ദിവസം കഴിക്കുന്ന ആ മെഡിസിൻ്റെ എഫക്റ്റ് അതിൻ്റെ ഇത് തീരണമെങ്കിൽ ഇത്ര മാസം പിടിക്കും. പക്ഷെ അതിനുശേഷമാണ് പുള്ളിക്കാരനെ സർജറി അല്ലേ? 2 ഹിപ്പ് ജോയിൻ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്തവൻ്റെ ബോൺ ഡാമേജായി എന്ന് പറഞ്ഞു. ഇതിന് ആയിരിക്കാം. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ശേഷമാണ്, ഇവിടെ മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു. എല്ലാത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ. ആദ്യത്തെ സർജറി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വേറൊരാളില്ല നമ്മുടെ കൂടെ. ഞാനും എൻ്റെ മൂത്ത മോള്, അവളുടെ അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാനും മോളും കൂടി ഇങ്ങനെ ഇരിക്കും. രണ്ടാമത്തെ മോള് BSc നഴ്സിങ്ങിന് ഹൈദരാബാദിലായിരുന്നു, പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ഓപ്പറേഷന് കൊണ്ടുപോയി. 5 മണിയായപ്പോൾ ഡോക്ടർ വിളിച്ചു, സക്സസ് ആണ് കേട്ടോ, ഒന്നും പേടിക്കണ്ട, ഒരാൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി കാണുമ്പം മുഖമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ട് അനസ്തേഷ്യ കൊടുത്തതിൻ്റെ. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറയാം, ഒന്നുമില്ല മമ്മി വിഷമിക്കേണ്ട, ഒരു കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒരു സൈഡാണ് ചെയ്യുക, പിന്നെ 1 മാസത്തിലാണ് മറ്റേ സൈഡ് ചെയ്യുക. അങ്ങനെ അപ്പോൾ കുറച്ച് ടെൻഷൻ കുറഞ്ഞു. ഇത്രയല്ലേ ഉള്ളൂ. പിറ്റേ ദിവസം റൂമിലാക്കി. അപ്പോൾ അന്ന് ഡിസ്ചാർജ് ട്യൂബ് ഇടും, 2 ട്യൂബുണ്ട്. അതിന്നും അവർ വന്ന് സക്ക് ചെയ്തെടുക്കും. 8-ാം ദിവസം ആ ഡിസ്ചാർജ് ട്യൂബ് എടുത്തു. 8, 9, 10, 11ാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഭയങ്കര ഒരു സമാധാനമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഇതേ ഡേറ്റിന് തലേ ദിവസം വന്നിട്ട് അഡ്മിറ്റ് ആവണം. അങ്ങനെ തലേ ദിവസം ഞങ്ങൾ പോയി അഡ്മിറ്റായി. പിറ്റേ ദിവസം മോനെ കൊണ്ടുപോയി. എൻ്റെ ദൈവമേ, 5 മണിയായപ്പോൾ ഇയാൾ എന്നെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെഡിസിൻ ഇഞ്ചക്ഷനും 3000-4000 രൂപയുടെ മെഡിസിൻ വിളിച്ച് പറയും, അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം നമ്മൾ. 5 മണിയായപ്പോൾ സക്സസ് ആണ്, ഒന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല, അയാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഒന്ന് തിയേറ്റർ വരെ ഒന്ന് വരണട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഓടിച്ചെന്നപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറയാ, അതെ ജൂബിൻ കാലെടുത്തിട്ടു. ഇത്രയും വലിയ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? പിന്നെ എന്താ പറയുക, നമ്മുടെ പിന്നിൽ മെഡിക്കൽ ട്രസ്റ്റിൽ JT പാപ്പിനിശ്ശേരിയായിരുന്നു. നമ്മുടെ പിന്നിൽ ആളില്ലാത്തത് കൊണ്ട് ഈ ഹോസ്പിറ്റൽ തല്ലി പൊളിക്കാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഈ മനുഷ്യർക്ക് പ്രാന്താണോ? ഒരു ഹോസ്പിറ്റലൊക്കെ തല്ലി പൊളിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് മനുഷ്യർ ഇങ്ങനെ ചെയ്തു പോണത്. എനിക്ക് എൻ്റെ പിന്നിൽ ആരും ഇല്ല, കരയാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. ഡോക്ടർ പറഞ്ഞു എന്നോട്, ജൂബിൻ കാലെടുത്തിട്ടു. അപ്പോൾ അത് ഡിസ്ലൊക്കേറ്റഡ് ആയിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, സർജറി കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് അവിടെ പോസ്റ്റ് ഓപ്പിയിൽ കൊണ്ടുവന്ന് കിടത്തു. അപ്പോൾ പോസ്റ്റ് ഓപ്പിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരെടുത്ത് കിടത്തിയത് ഈ സ്ട്രെച്ചറിലുള്ള ഈ ക്ലോത്തിലാണ് ഈ കുട്ടീനെ എടുക്കുന്നത്. അത് ഇങ്ങോട്ട് എടുത്ത് കിടത്തിയ വഴിക്ക് ക്ലോത്ത് കീറി കുട്ടി ബെഡിൽ വീണപ്പോൾ ഇവൻ വായ വിട്ട് കരയുക. എന്താ സംഭവിക്കണേന്ന് അവനും അറിയണില്ല. തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്നു, എന്താണെന്ന് അനസ്തേഷ്യയുടെ ഇത് മാറിയിട്ടില്ല പാവം.
അപ്പോൾ ഇയാൾ പറഞ്ഞത് ജൂബിൻ അപ്പോൾ ഫസ്റ്റ് സർജറിക്ക് ഇവർ ഒരു ത്രികോണാകൃതിയിലൊരു സാധനം ഇവിടെ ഇങ്ങനെ വെച്ച് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലം അങ്ങോട്ടും പോകാൻ പാടില്ല, ഉള്ളിലേക്കും വരാൻ പാടില്ല. അങ്ങനെയാണ് ഇതിൻ്റെ. ഈ പ്രാവശ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല മമ്മി എന്ന് പറഞ്ഞു എന്നോട് അവൻ. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആൾക്കാർക്കും ഇത്ര വലിയ ഇതറിയില്ലായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആ ഡോക്ടർ പറയണ്ടേ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന്. അവർ ഈ ഷീറ്റ് പിടിച്ച് കിടത്തിയപ്പോൾ ഷീറ്റ് കീറി കുട്ടി ബെഡിൽ വീണു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെയായി. അവിടുന്ന് അപ്പം തന്നെ അയാൾ വന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞതാണ്, ജൂബിൻ കാലെടുത്തിട്ടപ്പോൾ നമുക്കൊന്നും ചോദിക്കാനില്ല, എന്താ ഞാൻ ചോദിക്കുക, എനിക്കറിയില്ല. അങ്ങനെ വീണ്ടും തിയേറ്ററിൽ കയറ്റി. ആ തിയേറ്ററിൻ്റെ റെൻറ്റ്, അത്രയും പൈസ, എൻ്റെ മോൻ അനുഭവിച്ച വേദന, നമ്മൾ അനുഭവിക്കണ വേദന. അങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം റൂമിലാക്കി. ഇത് 4 ദിവസമാണ് റൂമിലേക്ക് കൊണ്ടുവന്നത്. അത്രയും പോസ്റ്റ് ഓപ്പിയിൽ കിടന്നു. 4ാമത്തെ ദിവസം കൊണ്ടുവന്ന് അപ്പോൾ ഇവർ വന്ന് ഇത് സക്ക് ചെയ്തെടുക്കും. ഒരു 9-10 ദിവസമായപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബ് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡോക്ടർ വന്നിട്ട് ഒരെണ്ണം വലിച്ചപ്പോൾ പോന്നു. 2ാമത്തെ വലിക്കുമ്പോൾ ഈ കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് വേദന എടുത്താലും മിണ്ടില്ല, അവൻ ഒന്നും പറയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവുണ്ട് അവന് വേദന എടുക്കണം. ഞാൻ പറഞ്ഞു വലിക്കല്ല സാറേ, അവന് വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വലിച്ചു നോക്കിയിട്ട് പോരുന്നില്ല. തിയേറ്ററിൽ വീണ്ടും കയറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് അവർ ശരിയാക്കി കിട്ടുമല്ലോ, ആ സമയത്ത് ഈ ട്യൂബ് ഇതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം അത്രയ്ക്കുള്ള ശ്രദ്ധയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഡോക്ടർമാർക്ക്. ഈ JT പാപ്പനശ്ശേരിയുടെ ഏറ്റവും ചെറുപ്പം യങ്ങായിട്ടുള്ള കുട്ടീനെ സർജറി ചെയ്തത് അയാൾ, എൻ്റെ മോനെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ചെയ്യുന്ന അബദ്ധങ്ങളൊന്നും അവർ പറയില്ലല്ലോ. അപ്പോൾ അന്ന് എക്സ്റേ എടുത്തത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആ എക്സ്റേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അത് സൂത്രത്തിൽ അയാളുടെ കയ്യിലാക്കി, പിന്നെ ചോദിച്ചിട്ട് തന്നില്ല. അത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഈ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഈ 3.5 വർഷം ഈ 13 വയസ്സുള്ള കുട്ടി ആ മെഡിസിൻ കഴിച്ചതിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരുന്നു ചേച്ചി? വേദനയാണ് അവന്, എല്ലാ ജോയിൻസിലും വേദനയാണ്. കിടപ്പിലായിപ്പോയി അവൻ, 3.5 വർഷം കിടപ്പായിപ്പോയി. പിന്നെ അതിൽ നിന്ന് ദൈവം എണീപ്പിച്ച് തന്നു എനിക്ക്. പിന്നെ 2ാമത് ഏത് ഹോസ്പിറ്റലാണ് പിന്നെ പോയത്? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ഡോക്ടർമാരെ കണ്ടു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ഡോക്ടർ എമിൽ ജെ തച്ചിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇടപ്പള്ളിയിലുണ്ട്. ഡോക്ടർ തൃശ്ശൂർക്കാരനാണ്, വളരെ നല്ലൊരു ഡോക്ടറാണ്. പിന്നെ നമ്മുടെ ഭാഗ്യമാണത്, നല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തിപ്പെടുക എന്നുള്ളത്. അത് വലിയൊരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ ഓരോ ഡോക്ടർമാരുടെ പേര് കേൾക്കുമ്പോൾ അവരത്രയും നിപുണനായിരുന്നു, അങ്ങനെ ഒരു ഇതിലല്ലേ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ മോനെ ഞാൻ കാണിച്ചത് കേരളത്തിലെ നമ്പർ 1 ഡോക്ടറാണ് ഗീവർ സക്കറിയ, അങ്ങനെ പറഞ്ഞിട്ടാണ്. നമുക്കതുകൊണ്ടൊന്നും ചോദിക്കാനും പറ്റില്ല. അതെ, പിന്നെ ചോദിക്കാൻ പറ്റാത്തതല്ല, നമ്മളെന്താ ചോദിക്കുക അവരോട്? അവർ പറഞ്ഞ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ മരുന്ന് വാങ്ങണോ കൊടുക്കണോ. 3.5 വർഷം കഴിഞ്ഞപ്പോഴാണ് അയാൾ പറയണത് ഹാർട്ടിന് ട്രബിളൊന്നുമില്ല, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന്. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. മനുഷ്യൻ്റെ ജീവനൊന്നും അവർക്കൊരു വിലയില്ല. നമ്മുടെ മക്കളെ അത്ര സ്നേഹിച്ച് നമ്മളെങ്ങനെ കൊണ്ടു നടക്കണേന്ന്. പക്ഷേ ഇതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഇതൊക്കെ അവർക്കും കാണിച്ചു കൊടുക്കും ദൈവം, കൊടുക്കാതിരിക്കില്ല. നമ്മുടെ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യം. ഇപ്പോൾ ഇന്ന് അവൻ വേദന അനുഭവിക്കുമ്പോൾ ഞാൻ കിടന്ന് വിഷമിക്കണത്, എനിക്കത് എടുക്കാൻ പറ്റില്ല. അവൻ്റെ വേദന എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ മാനസികമായിട്ട് അത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട്. ഇന്നിപ്പോൾ ഞാൻ അവന് ബലമുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എപ്പോഴും അതാണ് അവൻ്റെ വിചാരത്തിൽ. വേറൊന്നും ചെയ്തു കൊടുക്കണ്ട, അവനെ കുളിപ്പിച്ച് കൊടുക്കണ്ട, ഭക്ഷണം വാരി കൊടുക്കണ്ട, ഇങ്ങനെ എത്രയോ കുട്ടികളുണ്ട്. പക്ഷേ അവന് തുണി കഴുകി കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി വെച്ച് കൊടുക്കണം അവന്. അതും ഞാൻ വർക്കിന് പോകുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകും, കഴിക്കില്ല എടുത്ത്. അവന് മമ്മി വന്നേ, ഞാൻ രാത്രി ചിലപ്പോൾ 11 മണിയാവും വരുമ്പോൾ വർക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ പറയും മമ്മി വേഗം കുളിച്ചിട്ട് പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം.
അപ്പോൾ നീ കഴിച്ചില്ലേ ജോബിൻ, മമ്മി കുളിച്ചിട്ട് വന്നേ. അങ്ങനെയാണ് അവൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ എല്ലാ മക്കളും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മോൻ്റെ കാര്യം അങ്ങനെയാണോ. നമ്മൾ ദൈവദൂതന്മാരായിട്ട് കാണുന്ന അവർക്ക് ഈ വരുന്ന പേഷ്യൻസ് അവരുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളല്ല എന്നുള്ളൊരു വിചാരം വേണം ഈ ഡോക്ടർമാർക്ക്. അവർ ചെയ്യുന്നത് വലിയൊരു മഹത്തായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ കരങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷേ ചില ഡോക്ടർമാരൊക്കെ അത് മറന്നു പ്രവർത്തിക്കുകയാണ്. മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർ പലപ്പോഴും മാലാഖമാരായി, ദൈവത്തിൻ്റെ മാലാഖമാരായിട്ടാണ് നമ്മളേവരും കാണുന്നത്. പക്ഷേ ഒരു ഡോക്ടറുടെ അനാസ്ഥ മൂലം, ഒരു വിഷങ്കുരൻ്റെ അനാസ്ഥ മൂലം ഒരു ജീവിതം തന്നെ, ജീവിത പാതയ്ക്ക് മുൻപോട്ട് പോകാൻ, നല്ല രീതിയിൽ പോകാൻ പോലും സാധിക്കാൻ പറ്റാതെ അയാളുടെ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ അമ്മയുടെ കണ്ണുകളിൽ നോക്കുമ്പം എനിക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും ഇതുപോലെയൊരു അനാസ്ഥ ഈ പറയുന്ന പോലെ മെഡിക്കൽ പ്രൊഫഷനിൽ ഉണ്ടാവരുത്. ഒരു അമ്മയ്ക്കും ഇങ്ങനെ ഒരു കണ്ണുനീര് വരാതിരിക്കട്ടെ. ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.